പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യ മുതൽ എന്ന് വന്നേക്കും തന്നെയാണ്. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പുറപ്പിടവയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ദൈവത്തിൻ്റെ അമ്മയുണ്ടോ, വിശുദ്ധ മറിയം ദൈവമാതാവാണോ എന്നതിനെപ്പറ്റി കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ ഒരു 12 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിൻ്റെ മറുപടി ഈ ചൊവ്വാഴ്ച വീഡിയോയിൽ പറയാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതിനനുസരിച്ചാണ് ഇന്ന് മറുപടി പറയുന്നത്. അപ്പോൾ ഒരു 12 കമൻറ്റുകളാണ് അതിനെപ്പറ്റി വന്നതും പിന്നെയുണ്ട് 2-3 അപ്പോൾ അത് ഓരോന്നും, ആ ചോദ്യങ്ങൾ ഓരോന്നും വിശദമായിട്ട് അതിന് മറുപടി പറയാം എന്ന് വിചാരിക്കുകയാണ്. വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണൊക്കെ. എന്നാൽ ഒരു ചോദ്യം തന്നെ പലരും പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ടെങ്കിലും അത് അവരുടെ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് അവർ ചോദിക്കുന്നതാണ്. അപ്പം ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടെ പറയാൻ പറ്റില്ല. ഇതിനകത്ത് തന്നെ ചോദ്യം വരും, അപ്പോൾ ഒത്തിരി സമയമാകും. അതുകൊണ്ടാണ് ചോദ്യം 1. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചപ്പോൾ മുതൽ ദൈവപുത്രനായിരുന്നു. അത് സണ്ണി മാത്യുവിൻ്റെ ചോദ്യമാണ്. അദ്ദേഹമാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനോട് പ്രത്യേകം നന്ദി പറയുന്നു. ചോദ്യങ്ങൾ ചോദിച്ചല്ലോ, അദ്ദേഹം അത് പഠിച്ചല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം, പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചപ്പോൾ മുതൽ ദൈവപുത്രനായിരുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് അല്ല അവൻ പിതാവിൽ നിന്ന് ജനിക്കുന്നത്. നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ അത് മുഴുവൻ ശരിക്കും പഠിക്കണം. അനാദിയിലാണ് ദൈവം ഉണ്ടായത്, അല്ലെങ്കിൽ ദൈവം സ്വയംഭൂവായത്. അപ്പോൾ കാലത്തിനും സമയത്തിനൊക്കെ അതീതമാണ്. അനാദി എന്ന് പറഞ്ഞാൽ ആദിയില്ലാത്ത ആദി എന്നാണ് അതിൻ്റെ അർത്ഥം. അത് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് സ്വർഗങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. സ്വർഗങ്ങൾ സൃഷ്ടിച്ചതിന് ശേഷം ചിലപ്പോൾ കോടിക്കൊല്ലങ്ങൾ കഴിഞ്ഞായിരിക്കും പ്രപഞ്ചം സൃഷ്ടിച്ചത്. അപ്പോൾ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പെന്ന് പറഞ്ഞാൽ അത് പരിപൂർണമല്ല. അത് സണ്ണി മനസ്സിലാക്കണം. അനാദി എന്ന് പറയണം. അനാദി ജനിച്ചപ്പോൾ അവൻ ദൈവപുത്രൻ തന്നെയായിരുന്നു, ഒരു സംശയമില്ല. വീഡിയോ ശരിക്കും കേൾക്കണം. ഞാൻ എന്തിനാ ചോദ്യങ്ങൾ ചോദിച്ചത്? കർത്താവിൻ്റെ വചനത്തിൻ്റെ മനുഷ്യാവതാരം മുതലുള്ള ആ ചോദ്യങ്ങളല്ലേ ഞാൻ ചോദിച്ചത്. മനുഷ്യാവതാരത്തിലല്ലേ കർത്താവിൻ്റെ അമ്മയുണ്ടായത്. അതിനു മുമ്പ് മാതാവില്ലാതെ പിതാവിൽ നിന്നാണ് അവൻ ജനിക്കുന്നത്. ആ ജനനമൊക്കെ ഒരു പ്രത്യേക സൈസാ, ഒരു പ്രത്യേക രീതിയാണ്. അതൊക്കെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ പറഞ്ഞ സമയത്തിലാവും. അപ്പോൾ അനാദിയിൽ പിതാവുള്ളപ്പോഴേ പുത്രനുണ്ട്. അനാദി എന്ന് പറയുമ്പോൾ ആദിയില്ലാത്ത ആദി നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കാം. ദൈവപുത്രനാണ്, സംശയമൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ ചോദ്യം, വചനം മാതാവിൻ്റെ ഗർഭത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. അത് സണ്ണി സമ്മതിക്കുന്നുണ്ട്. പിന്നെയുള്ള ചോദ്യങ്ങളൊക്കെ താഴെ ഉത്തരം വരും. അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചത്. മൂന്നാമത്, ഉൽപ്പത്തിയിലെ സ്ത്രീയുടെ സന്തതി എന്ന് പ്രവചനം പൂർത്തിയാക്കുവാൻ വേണ്ടി ദൈവമാതാവിനെ തിരഞ്ഞെടുത്തു എന്നാണ്. ഉൽപ്പത്തിയിലെ സ്ത്രീയുടെ സന്തതി എന്ന പ്രവചനം പൂർത്തിയാക്കുവാൻ വേണ്ടി ദൈവമാതാവിനെ തിരഞ്ഞെടുത്തു. ഉൽപ്പത്തിയിലെ പ്രവചനം 33:15 സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല അധിക്കുന്ന. അപ്പോൾ സ്ത്രീയുടെ സന്തതി എന്ന പ്രവചനം ആരാ നടത്തിയത്? ദൈവം തന്നെ നടത്തിയ ഒരു പ്രവചനമാണത്. അല്ലെങ്കിൽ ദൈവം തന്നെ നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അറിയാതെ നടത്തുന്ന പ്രവചനമല്ലല്ലോ അത്. ദൈവത്തിന് അറിയാലോ ഇത് പൂർത്തിയാക്കണമെന്ന്. അപ്പോൾ ഒരു സ്ത്രീയിലുണ്ട് പറ്റുമോ? സ്ത്രീയുടെ സന്തതി എന്നല്ല പറഞ്ഞേ 3:15. ഉൽപ്പത്തിയിൽ തന്നെ രക്ഷകന്റെ ആവിർഭാവത്തെ പറ്റി പിതാവ് സൂചിപ്പിക്കുകയാണത്. അത് വളരെ അർത്ഥവത്തായ ഒരു തിരുവാക്യമാണത്.
ആദ്യത്തെ സുവിശേഷം പിതാവായ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് ആ പ്രവചനം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. അവരെ നിസ്സാരമായിട്ട് നല്ലതാണ്. ദൈവം തന്നെ പറഞ്ഞ കാര്യങ്ങൾ, ദൈവത്തിനെ ഒരു സ്ത്രീ വേണമെന്ന് അതാ സമയമായപ്പോൾ അവൻ തിരഞ്ഞെടുത്തു. ഇനി ആദിയിലെ ദൈവം അവളെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. പക്ഷേ അവള് അമലോത്ഭവമായിട്ടൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അവൾ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടത് ഗബ്രിയേൽ മാലാഖ ദൈവത്തിന്റെ കൃപ നിനക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ ഇതിനുമ്പോൾ പറഞ്ഞുകൊണ്ട് വിശദമായിട്ട് പോടില്ല. അപ്പം ഇവിടെ വചനം എങ്ങനെയെങ്കിലും പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടല്ലോ, അതിന് പൂർത്തിയാകണം. അതിനൊരു മാതാവിനെ തിരഞ്ഞെടുക്കാതെ പറ്റൂല. സ്ത്രീയുടെ സന്തതിയാണ്, സ്ത്രീ എന്നവൻ ജനിക്കണം. അല്ലെങ്കിൽ സ്ത്രീകളെ മാറ്റി നിർത്തിക്കൊണ്ട് സ്ത്രീ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരു ശിശുവിനെ ദൈവത്തിലുണ്ടാക്കിയിട്ട് ദൈവമാണ് മനുഷ്യനാണെന്ന് പറഞ്ഞാൽ പോരെ. അത് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ശ്രദ്ധിക്കില്ല. അല്ലാണ്ട് വെറുതെ പ്രവചനം പൂർത്തിയാകാൻ വേണ്ടിയിട്ട് മാതാവിനെ തിരഞ്ഞെടുത്തല്ല, ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്തതാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നാലാമത്തെ, എടുത്തു എന്നോ എടുത്തില്ല എന്നോ അസന്നിഗ്ധമായി തെളിയിക്കാൻ സാധിക്കുകയില്ല. ബൈബിളിൽ നിന്നും വചനം മാംസമായി എന്നാണ് ദൈവവചനം പറയുന്നത്. അതാണ് പ്രസക്തമായുള്ളൊരു ചോദ്യം. വചനം ജഡം എടുത്തു എന്നോ എടുത്തില്ല എന്നോ, അതാണ് അവിടെ ഉദ്ദേശിച്ചത് മാത്യു, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എടുത്തു എന്നോ എടുത്തില്ല എന്നോ അസന്നിഗ്ധമായി തെളിയിക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറയും. കാരണം വചനം മാംസമായി എന്നാണ് ദൈവവചനം പറയുന്നത്. വചനം ജഡമായി തീർന്നു. യോഹന്നാൻ 1:14 വചനം ജഡമായി തീർന്നു. അപ്പോൾ വചനം അറിയാமல் വസിക്കാണ്ട് പറ്റൂല്ലോ. വചനമാണ് ജഡമായി തീർന്നത് യോഹന്നാൻ പറയുമ്പോൾ, അതിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. 1:1. ആ 1 പകുതിയിൽ യോഹന്നാൻ പറയുന്നത് വചനം ജഡമായി തീർന്നു എന്ന് ചോദിച്ചാൽ വചനം മാറിയെന്നും ജഡം മാത്രം ഉണ്ടായിരുന്നല്ലോ. ഞാനത് അതിൻ്റെ വ്യാഖ്യാനം ഒന്ന് ക്ലിപ്തമായിട്ടോടെ വായിക്കാം, പറഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല. ദൈവമായ താൻ, അതിന് ദൈവമായിരുന്നു, ദൈവമാണ്, ഇപ്പോഴുമാണ്. ദൈവമായ താൻ പുരുഷ സംബന്ധം കൂടാതെ വിശുദ്ധ റൂഹായാൽ കന്യാമറിയാമിൽ നിന്ന് ജഡമെടുത്ത് സാക്ഷാൽ മനുഷ്യനായി തീർന്നു എന്നത്രേ. ദൈവമായ താൻ പുരുഷ സംബന്ധം കൂടാതെ, അതാണ് കന്യ, പുരുഷൻ തൊടാത്ത സ്ത്രീയാണ് കന്യ, കൂടാതെ വിശുദ്ധ റൂഹായാൽ കന്യാമറിയാമിൽ നിന്ന് ജഡം സ്വീകരിച്ച് സാക്ഷാൽ മനുഷ്യനായി തീർന്നു. അതിന് വേദവാക്യം വേണമെങ്കിൽ എബ്രായർ 2:16, യോഹന്നാൻ 1:14, ഏശായ 7:14 ഒക്കെ നമുക്ക് അറിയാവുന്ന തിരുവാക്യങ്ങളാണ്. വേണ്ടി ഒന്നുകൂടെ നോക്കിക്കോ. ഇനി ഞാൻ വചനവും ജഡവും ഒരിക്കലും വേർപിരിയാത്ത വിധം ഒന്നായിട്ട് തീർന്നു എന്നുള്ളതിനാണ്. അതും കൂടെ ഇപ്പോൾ പറഞ്ഞേക്കാം. ചില ചോദ്യങ്ങൾ പിന്നാലെ വരുന്നുണ്ട്, എങ്കിലും ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ പറഞ്ഞത് ജഡമായി തീർന്ന ആ വചനം, വചനത്തിൻ്റെ ദൈവത്വവും മറിയാമിൻ്റെ മനുഷ്യത്വവും കൂടി ചേർന്ന് ഒരിക്കലും വേറെ പിരിയാത്ത വിധം ഒന്നായിട്ട് തീർന്നു. ആ ദൈവ മനുഷ്യനെയാണ് മറിയാം ഉദരത്തിൽ വഹിച്ചത്, 9 മാസം വഹിച്ചത്. 9 മാസം കഴിഞ്ഞ് അവൾ അവനെ പ്രസവിച്ചു. അപ്പോൾ 9 മാസം മറിയാം ഈ ദൈവ മനുഷ്യനെ അവളുടെ ഗർഭത്തിൽ വഹിച്ചത് കൊണ്ട് അവൾ ദൈവമാതാവാണ്. ആ വഹിച്ചവനെയാണ് അവൾ പ്രസവിച്ചത്. ഒന്നുകൂടെ വ്യക്തമായിട്ട് ആ യോജിപ്പിക്കപ്പെടുന്നതിനെ പറ്റിയൊന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ ഒന്നുകൂടെ പറയാം. തൻ്റെ ദൈവ സ്വഭാവം ഭേദപ്പെട്ട് മനുഷ്യനായിട്ട് തീരുകയോ, ഒന്നുകൂടെ വെക്കാൻ പറഞ്ഞാൽ തൻ്റെ ദൈവ സ്വഭാവം ഭേദപ്പെട്ട് മനുഷ്യ സ്വഭാവമായി തീരുകയോ, മനുഷ്യ സ്വഭാവം ഭേദപ്പെട്ട് ദൈവ സ്വഭാവമായി തീരുകയോ, തമ്മിൽ സമ്മിശ്രപ്പെടുകയോ, അതായത് കൂടിക്കലരുകയോ,
കൂടിക്കലർന്ന് വേറൊരു വസ്തുവായി തീരുകയോ ഒന്നിനാലൊന്ന് നശിച്ചു പോവുകയോ ചെയ്യാതെ ദൈവത്വവും മനുഷ്യത്വവും എന്ന രണ്ട് സ്വഭാവങ്ങൾ ഒരിക്കലും വേർപിരിയാത്ത പ്രകാരം ദൈവത്വത്തിൻ്റെയും പാപമൊഴികെ മനുഷ്യത്വത്തിൻ്റെയും പൂർണ്ണ ലക്ഷണങ്ങളോടുകൂടി യോജിപ്പിക്കപ്പെടുകയും ചെയ്തു. ഈ യോജിപ്പ് മഹാ അത്ഭുതമാകുന്നു. ദൈവസ്വഭാവം ഭേദപ്പെട്ട മനുഷ്യ സ്വഭാവമായി തീർന്നില്ല, അങ്ങനെ ഭേദം കൂടാതെ മനുഷ്യനായി. മൊറഗ്രാത്യസ് നൂറോയുടെ മാനീസായില്, സേവ്യറിയസ് പിതാവിൻ്റെ മാനീസായില് ഭേദം കൂടാതെ മനുഷ്യനായി. ദൈവസ്വഭാവം ഭേദപ്പെട്ട മനുഷ്യ സ്വഭാവമായി തീരുകയോ മനുഷ്യ സ്വഭാവം ഭേദപ്പെട്ട ദൈവ സ്വഭാവമായി തീരുകയോ ദൈവത്വം വേർപെട്ട മനുഷ്യത്വമായി തീരുകയോ മനുഷ്യത്വം വേർപെട്ട ദൈവത്വമായി തീരുകയോ ഒന്നും ചെയ്യാതെ തമ്മിൽ കൂടിക്കലരുകയോ ദൈവസ്വഭാവവും മനുഷ്യ സ്വഭാവവും തമ്മിൽ കൂടിക്കലരുകയോ ഒന്നിലാണോ ഒന്ന് നശിച്ചു പോവുകയോ. ദൈവത്വം കൊണ്ട് മനുഷ്യത്വം നശിച്ചുപോയി എന്ന് പറയാൻ പറ്റില്ല, മനുഷ്യത്വം കൊണ്ട് ദൈവത്വം നശിച്ചു മാറിപ്പോയി എന്ന് പറയാൻ പറ്റില്ല. ഇനി ദൈവത്വവും മനുഷ്യത്വവും ദൈവസ്വഭാവവും മനുഷ്യത്വവും കൂടി വേറൊന്നായിട്ട് തീർന്നില്ല, വേറൊരു വസ്തുവായിട്ട് തീരുകയും ചെയ്യാതെ. ഒന്നുകൂടെ വായിക്കാം. ദൈവത്വവും മനുഷ്യത്വവും എന്ന രണ്ട് സ്വഭാവങ്ങൾ ഒരിക്കലും വേർപിരിയാത്ത പ്രകാരം ദൈവത്വത്തിൻ്റെയും പാപമൊഴികെ മനുഷ്യത്വത്തിൻ്റെയും പൂർണ്ണ ലക്ഷണങ്ങളോടുകൂടി സംയോജിപ്പിക്കപ്പെടുകയും ചെയ്യും. പാപമൊഴികെ മനുഷ്യത്വത്തിൽ പാപമില്ല. അവൻ ജനിക്കുമ്പോൾ അവൻ മറിയാമിൽ നിന്ന് മനുഷ്യത്വം സ്വീകരിക്കുമ്പോൾ പാപമില്ല അവളിൽ. അവളുടെ പാപം ദൈവത്തിൽ നിന്ന് നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് അവളെ ശുദ്ധീകരിച്ചെടുത്തു. സകലഭാവങ്ങളിൽ നിന്ന്, ജന്മഭാവത്തിൽ നിന്ന് കർമ്മഭാവത്തിൽ നിന്നൊക്കെ ശുദ്ധീകരിച്ചെടുത്തു. ജന്മഭാവം ഉദ്ദേശിക്കുന്ന ആദാമ്യഭാവം. അതാണ് പാപമൊഴികെ മനുഷ്യത്വത്തിൻ്റെയും പൂർണ്ണ ലക്ഷണങ്ങളോടുകൂടി സംയോജിപ്പിക്കപ്പെടുകയും ചെയ്തു. ഈ യോജിപ്പ് മഹാ അത്ഭുതമാകുന്നു. അപ്പോൾ ദൈവസ്വഭാവം ഭേദപ്പെട്ട് മനുഷ്യസ്വഭാവമായി തീർന്നില്ല, രണ്ടും കൂടി കൂടിക്കലർന്നില്ല. രണ്ടും കൂടി കലർന്നപ്പോൾ വേറൊരു വസ്തുവായില്ല, കൂടിക്കലർന്നു, യോജിച്ചു. പക്ഷെ അതിൻ്റെ ആ ക്വാളിറ്റീസ്, ദൈവത്വത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ക്വാളിറ്റീസ് നഷ്ടപ്പെടാതെ അതിൻ്റെ സവിശേഷതകൾ നിലനിർത്തി ഒരിക്കലും വേറെ വരിയാത്ത വിധം സംയോജിപ്പിക്കപ്പെട്ടു. അതിന് തിരുവാക്യങ്ങൾ പറയാം, ആ വാക്യങ്ങളില്ലാന്നുള്ള സംശയം. കൊലോസ്യർ 2:9, എബ്രായർ 2:9, തീത്തോസ് 2:13, 1 തീമോത്തി 3:16, എബ്രായർ 1:2. പറഞ്ഞ് ഞാനിവിടെ പറയാം. കൊലോസ്യർ 2:9, അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായിട്ട് വസിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സമ്പൂർണതയുണ്ട്, അത് ദേഹരൂപമായിട്ട് വസിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ എന്ന് പറയുമ്പോൾ ദൈവത്വം, ദേഹരൂപം എന്ന് പറയുമ്പോൾ മനുഷ്യത്വം. അപ്പോൾ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും അവനിൽ യോജിച്ചിരിക്കുന്നു. അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായിട്ട് വസിക്കുന്നത്. ദൈവം വേറെ, ദേഹം വേറെ ആയിട്ടല്ല വസിക്കുന്നത്. അത് മനസ്സിലാക്കണം, വളരെ വ്യക്തമാണത്. നമ്മൾ ഒരു വാക്യം മാത്രം വായിച്ചുകൊണ്ട് മാറിപ്പോകരുത്. വളരെ ചടവായി തീർന്നു കഴിഞ്ഞു. പിന്നുള്ള ഭാഗങ്ങൾ നോക്കണം. സമഗ്രമായ ഒരു പഠനം ഇതിനെപ്പറ്റി നടത്തിയിട്ടേ നമുക്കതിന് മറുപടി പറയാൻ പറ്റുള്ളൂ. അതിൽ ചോദ്യങ്ങൾ ചോദിക്കാവൂ, അത് മനസ്സിലാക്കണം. അതിൽ നമ്മുടെ അറിവില്ലായ്മയാണ് അത് പ്രകടമാക്കുന്നത്. ചോദ്യം ചോദിച്ചതിനും കുറ്റം പറയല്ല, സണ്ണിക്ക് പ്രത്യേകം നന്ദി പറയാണ്, പക്ഷേ ഇത് മനസ്സിലാക്കണം. മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. മത്തായി 17:1 മുതൽ വായിക്കുമ്പോൾ അവന് രൂപാന്തരീകരണം വന്നു താബോർമലയിൽ വെച്ച്. അപ്പോൾ എന്താ സംഭവിച്ചത്? അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു, വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി. അവനിലുള്ള ദൈവത്വം ശരീരത്തിൽ കൂടി പ്രകടമാക്കപ്പെട്ടു. മനസ്സിലാവുണ്ടോ? അവനിലുള്ള ദൈവത്വം ശരീരത്തിൽ കൂടി പ്രത്യക്ഷപ്പെട്ടു. അതാണ് മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. നമ്മുടെ മുഖം അങ്ങനെ ശോഭിക്കുമോ? അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി.
അവനിലുണ്ടായിരുന്ന, ഇപ്പം ചന്ദ്രൻ പ്രകാശിക്കുന്നത് സൂര്യനിൽ നിന്ന് കിട്ടിയിട്ടാണ്, പ്രകാശം കിട്ടിയിട്ടാണ്. ഇവിടെ അവൻ ദൈവമായതുകൊണ്ട് അവനിൽ തന്നെ ദൈവത്വമുള്ളതുകൊണ്ട് അവൻ്റെ ദൈവത്വം തന്നെ ലക്ഷണങ്ങളായിട്ട് മുഖം ശോഭിക്കുകയും ശരീരം വസ്ത്രങ്ങൾ വെളിച്ചമായി തീരുകയും ചെയ്തത് അവനിലുള്ള ദൈവത്വത്തിൻ്റെ കോടിയിലൊരംശം മാത്രം ശരീരത്തിൽ കൂടി വെളിപ്പെട്ടു വന്നതാണ്. അതാണ് മുഖത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും മാറ്റം വന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്വവും മനുഷ്യത്വവും അവനിൽ യോജിച്ചിരിക്കുന്നു, ഒരിക്കലും വേർപിരിയാൻ പറ്റില്ല. ഇപ്പോഴും പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് അവൻ മധ്യസ്ഥത യാചിക്കുമ്പോഴും ദൈവത്വവും മനുഷ്യത്വവും അവനിൽ യോജിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്വവും മനുഷ്യത്വവും ഒരിക്കലും വേർപിരിയാത്ത വിധം യോജിച്ചിരിക്കുന്ന ദൈവ മനുഷ്യന് മാത്രമേ ഈ ലോകത്തിന് രക്ഷ നൽകുവാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യനായിട്ട് മാത്രം വന്നാൽ രക്ഷ കൊടുക്കാൻ പറ്റില്ല. മനുഷ്യൻ മാത്രം വന്ന് ക്രൂശിൽ തൂക്കി മരിച്ച രക്ഷയില്ല. ദൈവം മാത്രം വന്ന് ക്രൂശിൽ തൂക്കി മരിക്കാൻ പറ്റൂല. ആത്മാവാണ് ദൈവം. അങ്ങനെ മരിച്ചാലും വരില്ല, വന്നാലും പറ്റൂല. ദൈവത്തോട് പെരുമാറാൻ ദൈവവും മനുഷ്യരോട് പെരുമാറാൻ മനുഷ്യനുമായിരിക്കണം. മനുഷ്യനായ യേശുക്രിസ്തു എന്ന് വളരെ വ്യക്തമായിട്ട് മധ്യസ്ഥനെ പറ്റി പറയുമ്പോഴേ പൗലോസ്ലീഹ പറയുന്നുണ്ട്. ദൈവം മനുഷ്യനായി, വെറുതെ ഒരു മനുഷ്യനല്ല. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചാൽ പോരെ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി എടുത്തിട്ട് ഇവരിൽ ദൈവത്തോട് മനുഷ്യത്തോട് ദൈവത്തെ പ്രഖ്യാപിച്ചാൽ കഴിയില്ലേ? സ്ത്രീയിൽ നിന്ന് തന്നെ ജനിക്കണം, അവൾ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കണം. അതാണ് ലൂക്കോസ് 1:26 മുതൽ വായിക്കുമ്പോൾ, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. പിന്നാലെ ബാക്കി കാര്യങ്ങൾ പറയാം. പിന്നെ മറ്റൊരു ഉദാഹരണം, 2 പറഞ്ഞല്ലോ. മറ്റൊരു ഉദാഹരണം, നമ്മള് വിശുദ്ധ കുർബാനയിൽ, അത് വേദോസിലില്ല, പക്ഷെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അപ്പോൾ വീഞ്ഞ് കൊണ്ടാണല്ലോ. അപ്പോൾ ആ വീഞ്ഞിൽ വെള്ളം ചേർക്കും ഞങ്ങൾ. ആ വീഞ്ഞ് ദൈവത്വത്തെയും വെള്ളം മനുഷ്യത്വത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം വീഞ്ഞെടുക്കുന്നു അത്രയും വെള്ളം എടുക്കണം. പഴയ കാലങ്ങളിൽ 1 ഔൺസ് വീഞ്ഞ് 1 ഔൺസ് വെള്ളം എന്നാ കണക്ക്. പക്ഷെ ഒരു കാര്യം വളരെ നിർബന്ധമാണ്, എത്ര വീഞ്ഞെടുക്കുന്നു അത്രയും വെള്ളം എടുത്ത് കൂട്ടിക്കലർത്തും, ഒഴിക്കണം. ആ വീഞ്ഞ് വെള്ളവും കൂടിക്കിടന്നാൽ പിന്നെ അത് വേർതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ദൈവത്വവും മനുഷ്യത്വം യോജിച്ചത്. അപ്പം ആ വീഞ്ഞ് ദൈവത്വത്തെയും വെള്ളം മനുഷ്യത്വത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. കർത്താവ് വീഞ്ഞിൽ വെള്ളം ചേർത്താണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്, രക്തമാക്കി തീർത്തത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദൈവത്വവും മനുഷ്യത്വവും അവനിൽ സംയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഒരിക്കലും വേർപിരിയുന്നില്ല. കത്തോലിക്ക സഭ ഇങ്ങനെ വിശ്വസിക്കുന്നില്ല, പല സഭകളും അങ്ങനെ വിശ്വസിക്കുന്നില്ല, ഒക്കെ വേർതിരിഞ്ഞ് നിൽക്കുന്നു എന്നുള്ളതാണ്. കർത്താവ് രാവിലെ പറഞ്ഞത് തന്നെ വൈകുന്നേരം പറയും. അല്ല, രാവിലെ ദൈവത്വവും ഉച്ചയ്ക്ക് മനുഷ്യത്വവും പിന്നെ ദൈവത്വം അങ്ങനെയൊന്നുമല്ല. കർത്താവിന് ഒരു വാക്കേ ഉള്ളൂ, അവനൊരു ശരീരമേ ഉള്ളൂ. മരിച്ചടക്കപ്പെട്ട ശരീരം തന്നെയാണ് ഉയർത്തെഴുന്നേറ്റത്. തേജസ്കരണം വന്നെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൂടുതലായിട്ട് വിശദീകരിക്കാൻ സമയമില്ല. അപ്പോൾ യോജിപ്പിൻ്റെ ശേഷം 2 സ്വഭാവങ്ങളായോ 2 ക്രിസ്തുവ കുടുംബങ്ങളായോ ആളത്വങ്ങൾ വേർതിരിക്കപ്പെടാവുന്നതല്ല. യേശുവിൽ ദൈവത്വം മനുഷ്യത്വം യോജിച്ചപ്പോൾ 2 സ്വഭാവങ്ങളായോ 2 കുനാമകളെന്ന് വെച്ചിട്ട് ആളത്വം, ആളുകൾ തടസ്സമുള്ളൂ. 2 ആളത്വമായോ വേർപിരിക്കപ്പെടാവുന്നതല്ല. എന്നാലോ ഏക സ്വഭാവവും ഏക ആളും ഏക ഇഷ്ടവും ഏക വ്യാപാരവും അത്രേ. താൻ പൂർണ്ണതയും പൂർണ്ണ മനുഷ്യരുമാകുന്നു. എഫേസർ 4:5, 1 കൊരിന്ത്യർ 1:13. പൂർണ്ണതയും പൂർണ്ണ മനുഷ്യരുമാണ്. അത് യോജിച്ച് തന്നെ ഇരിക്കണേ. അവനെയാണ് മറിയം 9 മാസം ഗർഭത്തിൽ വഹിച്ച് പ്രസവിച്ചത്. അതുകൊണ്ട് അവൾ ദൈവമാകുന്നതാണ്. ആദ്യം മുതൽ അല്ലെങ്കിൽ അനാദ്യം മുതൽ ദൈവത്തിന് അമ്മയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ആരും പഠിപ്പിക്കുന്നുമില്ല. അപ്പോൾ ഈ കാര്യം വ്യക്തമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കുറച്ചുകൂടെ ചിന്തിച്ചാൽ അത് മനസ്സിലാവും. ഇനി 5ാമത്തെ ചോദ്യം, 4:1 ഉത്തരാധിപതിയിൽ തന്നെ
സണ്ണി പറയുന്നുണ്ട്. പക്ഷേ സ്ത്രീയുടെ സന്തതി എന്ന പ്രവചനം മറ്റാരിലൂടെയെങ്കിലും നിറവേറ്റേണ്ടതായി വരും. അതുകൊണ്ടാണ് അത് അത്ര എളുപ്പമല്ല. സ്ത്രീയുടെ സന്തതി എന്ന് പറയാൻ മറിയാമല്ല വേറെ ആരെ തിരഞ്ഞെടുത്താലും ഇത് തന്നെയല്ലേ സംഭവിക്കുക. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇതത്ര എളുപ്പമുള്ള നിസ്സാരമായിട്ട് കാര്യമായിട്ട് തള്ളരുത്. ഒരു സ്ത്രീ പുരുഷ സംബന്ധം കൂടാതെ ഗർഭം ധരിച്ചാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. യഹൂദ നിയമം അതാണ്, കൊല്ലുക തന്നെ ചെയ്യും. യോസേപ്പും മറിയാമും വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കുന്നുവെങ്കിലും അവർ തമ്മിൽ ബന്ധമുണ്ടായിട്ടില്ല. വിവാഹനിശ്ചയം കഴിഞ്ഞാൽ ബന്ധം പാടില്ല. വിവാഹ കർമ്മത്തിൻ്റെ ശുശ്രൂഷ നടക്കണം. അത് കഴിഞ്ഞാലേ അവർ ഭാര്യയും ഭർത്താവുകയുള്ളൂ, അല്ലെങ്കിൽ മണവാളനും മണവാട്ടിയും ആകുകയുള്ളൂ. ഭാര്യയും ഭർത്താവും എന്ന് കല്യാണ നിശ്ചയം കഴിഞ്ഞാലും പറയാം, അങ്ങനെ വേദോസി പറയുന്നുണ്ട്. മാലാഖ പ്രത്യക്ഷപ്പെട്ട യൂസഫിനോട് പറയുന്നുണ്ട്, നിന്റെ ഭാര്യയായ മറിയാമിനെ സ്വീകരിക്കാൻ ഭയപ്പെടേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിലാണ് എന്നാണ്. അപ്പോൾ അവരവർ ബന്ധം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ പ്രവചനം മറ്റാരുടെയെങ്കിലും സഹായത്തോടെ നിറവേറ്റപ്പെടാമായിരുന്നു എന്ന് പറഞ്ഞാൽ അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ദൈവം ആദ്യമായി മറിയാമിനെ തിരഞ്ഞെടുത്തു എന്നുള്ളത് സത്യമാണ്. കാരണം അവൾ ദേവാലയത്തിൽ വളർന്നു വന്നവളാണ്. 3 വയസ്സായപ്പോഴേക്കും അപ്പനും അമ്മയൊക്കെ മരിച്ചുപോയി. ദേവാലയത്തിൽ വളർന്നു വന്ന ഭക്തിയിലും വിശ്വാസത്തിലും വളർന്നു വന്ന ഒരു കുട്ടിയാണ്. അല്ലെങ്കിൽ അങ്ങനെ വളർന്നു വരുമെന്ന് ദൈവത്തിനറിയാം. എല്ലാം ദൈവമല്ലേ തീരുമാനിക്കണേ. നമ്മുടെ ഭാവി, നമ്മുടെ ഭൂതം, നമ്മുടെ ഭാവി, നമ്മുടെ ഭർത്താവിനൊക്കെ ദൈവം അറിയാലേ. അങ്ങനെ അവരെ വളർത്തിക്കൊണ്ടുവന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുന്നു പറഞ്ഞപ്പോഴേ ചാടി പറഞ്ഞില്ല പറയാം, ഞാനൊരു പുരുഷനെ അറിഞ്ഞിട്ടില്ല, ഇതങ്ങനെ സംഭവിക്കും. അപ്പോൾ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്നിൽ നിഴലിടും, ആകയാൽ ഉദ്ഭവിക്കുന്ന പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഉണ്ടോ? വളരെ ക്ലിയറാണോ തിരുവാക്യങ്ങൾ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഇനി വചനം ഗബ്രിയേൽ മാലാഖ വഴി എങ്ങനെയാ? ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. അത് അഹറോന്റെ സഖറിയ പുരോഹിതന് ഈ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് യോഹന്നാൻ സ്നാപകൻ ജനിക്കുമെന്ന് പറഞ്ഞപ്പോൾ ചെന്ന വഴി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്, ദൈവമാണ് എന്നെ അയച്ചത്. ഞാൻ പറയുന്നത് ദൈവവചനം ആണ്, പിതാവ് പറയുന്നതിന് തുല്യമാണ്. ദൈവത്തിൻ്റെ അംബാസഡറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ദൈവം അങ്ങനെയാണ് ചെയ്യുന്നത്. ദൈവം ഒരിക്കലും നേരിട്ട് ആരെങ്കിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ? പിതാവാ ദൈവം ഒന്ന് കാണിച്ചാൽ വേദോസത്തിൽ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, ഒരിക്കലുമില്ല. അബ്രഹാമിൻ്റെ അടുക്കൽ 3 ദൈവപുരുഷന്മാരെന്ന് പറയുന്നു, 3 ദൈവദൂതന്മാരെയാണ് അയച്ചത്. അത് വളരെ ക്ലാരിഫൈ ചെയ്ത് നോക്കിയാൽ അത് മനസ്സിലാവും. അതുപോലെ തന്നെ ആ മാമോദീസ സമയത്ത് സ്വർഗം തുറന്നു. ദൈവത്തെ ആരെങ്കിലും കണ്ടോ? ശബ്ദം കേട്ടു. മോശയ്ക്കും അങ്ങനെ ഉണ്ടായത്. മോശ ശബ്ദം കേട്ടുള്ളൂ, ദൈവത്തെ കണ്ടില്ല. മുൾമര വരിയാതെ എരുതി തന്നെ നടുവിൽ കണ്ടതുപോലെ നമ്മൾ പാടല്ലേ, ആ മുൾമര വരിയാതെ അവിടെ തീ കത്താണ്. മരം എരിയുന്നില്ല, തീ കത്തുന്നുണ്ട്. പക്ഷെ ആ തീയുടെ നടുവിൽ നിന്ന് ദൂതനെ കണ്ടെങ്കിലും സംസാരിച്ചത് ദൈവമാണ്. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ അവനെൻ്റെ പ്രിയപുത്രനാണ്, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ ദൈവവും മനുഷ്യനുമാണ്. അതാണ് വളരെ ക്ലിയറായിട്ട് അവിടെ വ്യക്തമാക്കുന്നത്. അത് സംശയിക്കരുത്. മറ്റൊരു കാര്യം പറഞ്ഞാൽ, വിശ്വാസ പ്രമാണത്തിൽ ഞങ്ങൾ ചൊല്ലുന്നുണ്ട്, പരിശുദ്ധ റൂഹായിൽ നിന്നും പരിശുദ്ധ കന്യാമറിയാവിൻ്റെ ജഡമെടുത്തു എന്ന് എഴുതിയ. അപ്പോൾ പലരും ചോദിക്കുക, പരിശുദ്ധ റൂഹായിൽ എങ്ങനെ ജഡം എടുക്കണേ? പരിശുദ്ധാത്മാവിന് ജഡമുണ്ടോ? അപ്പോൾ ജഡം എടുത്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വേറെയാണ്. അവിടെ പരിശുദ്ധ റൂഹായിൽ നിന്ന് കന്യാമറിയാവുന്നു. പരിശുദ്ധ റൂഹായാണ്, ആ റൂഹായുടെ ശക്തിയിലാണ് ഇപ്പോൾ ഗർഭം ധരിക്കുന്നതും ദൈവത്വവും മനുഷ്യത്വവും ഒരിക്കലും വേറെ പിരിയാത്ത വിധം സംയോജിപ്പിക്കപ്പെടുന്നതും പരിശുദ്ധ റൂഹായാലാണ്. അപ്പോൾ
പരിശുദ്ധ റൂഹായാൽ സംയോജിപ്പിക്കപ്പെട്ട ദൈവത്വവും മനുഷ്യത്വവും മറിയാമിനില്ല. അത് വേർതിരിഞ്ഞ് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവമായ പരിശുദ്ധാത്മാവിന് എതിരായ ഒരു പാപമാണത്. ഓർത്തുകൊള്ളുന്നത് ദൈവത്തെ ധിക്കരിക്കുന്ന പാപമാണത്. ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. യോജിച്ച ദൈവത്വം മനുഷ്യത്വം യോജിച്ച ദൈവപുത്രന് മാത്രമേ രക്ഷ നൽകാൻ സാധിക്കുള്ളൂ. അല്ലാത്തൊരു പ്രസംഗിക്കുന്നത് വേറെ യേശുവിനാണ്. പൗലോസ് 2:9 പൗലോസിനെ പറഞ്ഞില്ലേ, അവരിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത് എന്ന് വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പൗലോസ്ലിഹ. അതിനെ ധിക്കരിച്ച് പറയുന്നതൊക്കെ എനിക്കൊന്നും പറയാൻ പറ്റില്ല അതിനെപ്പറ്റി. അവർ വേറൊരു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നിങ്ങളെ ഞങ്ങൾ ഒഴിച്ച് വേറൊരുവൻ വന്നറിയിച്ചാൽ ബാക്കിയുള്ളത് ഞാൻ പറയുന്നില്ല. അതൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിക്കണം, അപ്പോഴേ അത് മനസ്സിലാകും. അപ്പോൾ ഇവിടെ വേറെ ആരെങ്കിലും പറ്റൂല, വേറൊരു മറിയാമോടെ വന്നാലും ശരിയാവില്ല. കാരണം ഒരു പെണ്ണ് തയ്യാറാവില്ല. പരിശുദ്ധാത്മാവ് വന്നു എന്നുള്ള അവള് മാത്രമല്ല അറിയണുള്ളൂ, ആ സ്ത്രീ മാത്രം അറിയണുള്ളൂ. അത് മറിയാമായിട്ട് ആരെങ്കിലും ആവട്ടെ. പുറമേ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും. എന്നിൽ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട്, ഞാൻ ഗർഭവതിയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും. അവളെ കല്ലെറിഞ്ഞു കൊല്ലും. ഇവള് പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ ദാസി, നിന്റെ എതിർപ്പറാൻ എനിക്ക് ഭവിക്കട്ടെ, എന്നെ കല്ലെറിഞ്ഞാലും കൊന്നാലും എനിക്ക് രോഗമില്ല. അപ്പോൾ മറിയാമിൻ്റെ ആ കഷ്ടപ്പാട് വേദനയും അന്ന് മുതൽ തുടങ്ങിയ കർത്താവിന് ക്രൂശ് മരണം വരെ അത് നിലനിൽക്കുക. ഉയർത്തപ്പോഴാണ് പിന്നെ അതിന് സമാധാനമായത്. അവൾക്കിതൊക്കെ ഏകദേശം അവൾ വചനം ഗ്രഹിച്ച് അവൾക്കത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ നിയോഗം ഈ മറിയാമലായിരുന്നു. അതുകൊണ്ട് അവൾ ദൈവമാതാവ് തന്നെയാണ്. ദൈവത്തെ പ്രസവിച്ചവൾ ദൈവമാതാവ് തന്നെ. പിന്നെ 5, യേശു മനുഷ്യപുത്രനായത് സ്ത്രീയിൽ നിന്നും ജാതനായതുകൊണ്ടാണ്. അത് സമ്മതിക്കുന്നു. മാതാവിനും ജനിച്ചതുകൊണ്ട് ദൈവപുത്രൻ എങ്ങനെയാവും? അത് നല്ല ചോദ്യമാണ്. മറിയാമിനും ജനിച്ചതുകൊണ്ട് മനുഷ്യപുത്രനായി. അപ്പം എങ്ങനെ മാതാവിന് ജനിച്ചത്? വെറുതെ ഒരു മനുഷ്യപുത്രനായതാണോ? വചനം ഇറങ്ങി വസിച്ചു എന്ന് സണ്ണിനെ സമ്മതിക്കേണ്ട. ആ വചനവും മറിയാമിൻ്റെ മനുഷ്യത്വം കൂടി ചേർന്നു. വചനമായ ദൈവത്തിൻ്റെ ദൈവത്വവും അല്ലെങ്കിൽ വചനത്തിലെ ദൈവത്വവും മറിയാമിൻ്റെ മനുഷ്യത്വവും കൂടി ചേർന്നു. അതുകൊണ്ട് പറഞ്ഞു, അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ആ സംശയം തീർക്കാനോ മാലാഖ വ്യക്തമായിട്ട് അവിടെ പറയണം. മറിയാമിന് ജനിക്കുന്നതുകൊണ്ട് മനുഷ്യപുത്രനാണെന്ന് നിങ്ങൾ പറഞ്ഞു അവിടെ നിർത്തരുത്. ലൂക്കോസ് 1:26 മുതൽ വായിക്കുമ്പോൾ, ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം, അവൻ മഹാനാകും, ദൈവത്തിൻ്റെ പുത്രൻ, അത്യുന്നതിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം കൊടുക്കും, അവൻ ഇസ്രായേൽ ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അപ്പോൾ അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. വീണ്ടും ഗബ്രിയേൽ മാലാഖ പറയാൻ കാരണം അവൻ ദൈവപുത്രനുമാണ്, മറിയാമിന് ജനിച്ചപ്പോൾ മനുഷ്യപുത്രനുമാണ്. അത് സംയോജിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് സംയോഗിച്ചതെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 6ാമത്തെ ചോദ്യം ശരിയാണ്. ഈശോ ദൈവവും മനുഷ്യനുമാണ്. അത് സന്നി സമ്മതിക്കുന്നുണ്ട്. 7ാമത്തത് അല്ല, ദൈവത്തിന് ഏത് രീതിയിലും ലക്ഷണം നൽകാം. ലക്ഷണം എന്നുള്ള ഇതിനെ പറ്റിയൊന്നും എനിക്ക് വ്യക്തമാവില്ല. എന്നാൽ തൻ്റെ വാക്ക് മാറ്റാൻ സാധിക്കാത്തതുകൊണ്ട് പ്രവചനം നിവൃത്തിയാകേണ്ടത് കൊണ്ടും ഇങ്ങനെ സംഭവിച്ചു. വാക്ക് മാറ്റേണ്ടതിന് പ്രവചനം നിവൃത്തിയാണ്. അത് മറിയാമൽ കൂടി തന്നെ. മറിയാമല്ലെങ്കിൽ വേറെ സ്ത്രീ ഇങ്ങനെ ഈ ത്യാഗം സഹിക്കാൻ സന്നദ്ധയുള്ള ഒരു സ്ത്രീ വേറെ ഉണ്ടെങ്കിൽ അങ്ങനെയാ. പക്ഷെ ദൈവത്തിന് തോന്നിയത് ഇങ്ങനെയാണ്. ദൈവം ഉള്ളയാണ് തിരഞ്ഞെടുത്തത്. അതിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ല. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ മറുപടി പറഞ്ഞോളാം. ഇനി അടുത്തത് 8ാമത്തെ, യേശുവിനെ ക്രിസ്തു അഥവാ കർത്താവ് എന്ന് തന്നെയാണ് പറയേണ്ടത്. എലിസബത്തിൽ നിറഞ്ഞത് പരിശുദ്ധ റൂഹ ആയിരുന്നത് കൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞില്ല. അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ചോദ്യം 8 അതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. യേശുവിനെ ക്രിസ്തു അഥവാ യേശുവിന്
ക്രിസ്തു അഥവാ കർത്താവ് എന്ന് തന്നെയാണ് പറയേണ്ടത്, അത് സംശയമില്ല. യേശു എന്ന് വെച്ചാൽ രക്ഷകൻ, ക്രിസ്തു എന്ന് വെച്ചാൽ അഭിഷിക്തൻ, കർത്താവ് എന്ന് വെച്ചാൽ ദൈവം എന്നല്ല അർത്ഥം. തോമാശ്രീ പറഞ്ഞു എൻ്റെ കർത്താവും ദൈവവുമായുള്ളവ എന്ന്. ഈ കർത്താവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിനും പുത്രനും പിതാവിനും പുത്രനും ഉപയോഗിക്കുന്നുണ്ട്, മനസ്സിലാക്കണം. പഴയ നിയമപുസ്തകങ്ങളിൽ യഹോവ എന്നുണ്ട്, പക്ഷെ പുതിയ നിയമപുസ്തകത്തിൽ വരുമ്പോൾ അത് കർത്താവാണ്. പിന്നെ പുതിയ അച്ചടിയിലൊക്കെ പഴയ നിയമവും കർത്താവ് എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, ഗ്രീക്കിലേക്ക് വരുമ്പോൾ. ഹീബ്രുവിൽ യഹോവ എന്നും ഗ്രീക്കിലേക്ക് വരുമ്പോൾ കർത്താവ് എന്നാണ്. അത് പ്രധാന കാരണം യഹൂദന്മാരെ യഹോവ എന്ന ദൈവത്തിൻ്റെ പേര് ഉപയോഗിക്കാറില്ല. അവർക്ക് പേടിയാണ്, ഭയമാണ്, ബഹുമാനവും ഭയവും കൊണ്ട് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അദോനായി എൻ്റെ കർത്താവ് എന്ന അർത്ഥത്തിൽ ആ കർത്താവ് ദൈവത്തിൻ്റെ പകരമായിട്ട് അവർ ഉപയോഗിക്കുന്ന വാക്കാണ് കർത്താവ് എന്നുള്ളത്. തോമാസിലെ വ്യക്തമായിട്ട് പറഞ്ഞു എൻ്റെ കർത്താവ് എൻ്റെ ദൈവവുമേ. പിന്നെ അവിടെ ഒരു സംശയത്തിന് വകയില്ല. പിന്നെ സണ്ണിയുടെ മറ്റു സംശയം വളരെ ബലപ്പെട്ടതാണ്. എലിസബത്തിൽ നിറഞ്ഞത് പരിശുദ്ധ ആത്മാവായിരുന്നത് കൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞില്ല. അത് എന്തൊരു വിവരമില്ലാത്ത വർത്താനാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ മറിയാൻ പറഞ്ഞത് അലാമീൻ എലിസബത്ത് പറഞ്ഞെന്നാണ്. അവിടെ പരിശുദ്ധാത്മാവല്ല പറയുന്നത്, അവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പറയുന്നത് പരിശുദ്ധാത്മാവ് പറയുന്നതിന് തുല്യമാണെങ്കിലും പറഞ്ഞതാരാ? എലിസബത്താണ്. ഇപ്പോൾ ചിലർ പറയേ ദുർമരണം പ്രാവശ്യം മറിയാമിൻ്റെ ആത്മാവ് ഏലിയാമ്മയുടെ ദേഹത്തിൽ പ്രവേശിച്ച് മറിയാമ ചിരിക്കുന്ന പോലെ ചിരിക്കും, മറിയാമ പറയുന്ന പോലെ പറയും എന്ന് പറയും ചിലർ. അങ്ങനെയുണ്ട്, ഇല്ലെന്ന് പറയാമില്ല. പക്ഷെ അവിടെ പരിശുദ്ധാത്മാവല്ല, ദുരാത്മാവാണ്, പിശാചാണ് കയറുന്നത്. മരിച്ചുപോയ മറിയാമിൻ്റെ ആത്മാവൊന്നും താഴേക്ക് വരില്ല. അത് വേണ്ട സ്ഥലത്തേക്ക് ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു. എവിടെയാണ് പോകേണ്ടത്? പാതാളത്തിലോ പരമീസാലോ എവിടെയായാലും പിന്നെ അത് ഭൂമിയിലേക്ക് വരില്ല. മറിയാമിൻ്റെ ശബ്ദവും അല്ലെങ്കിൽ സംസാരമൊക്കെ ഉണ്ടാക്കുന്ന പിശാചാണ്. പിശാച് അവളിൽ വസിക്കുക, ദുരാത്മാവ് വസിക്കുകയാണ്. ഇവിടെ അങ്ങനെയല്ല, ദുരാത്മാവല്ല വസിച്ചു, പരിശുദ്ധാത്മാവ് എലിസബത്തിൽ വസിച്ചു. അവൾ പറഞ്ഞു, അവളെ പറഞ്ഞ പരിശുദ്ധാത്മാവല്ല പറയുന്നത് എൻ്റെ ദൈവത്തിൻ്റെ അമ്മ. കാരണം പരിശുദ്ധാത്മാവിൻ്റെ അമ്മ എന്നല്ല അവിടെ യേശുവ പറഞ്ഞത്. അതൊക്കെ ദുർവ്യാഖ്യാനങ്ങളാണ്. എങ്ങനെയെങ്കിലും ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയാമെന്നുള്ള കാര്യമില്ല. ശ്രദ്ധ അത് മനസ്സിലാക്കുക. പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ മറിയാൻ പറഞ്ഞിട്ടുണ്ട് വേറെ. പരിശുദ്ധാത്മാവ് പറഞ്ഞ എലിസബത്ത് പറഞ്ഞു എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ ദൈവത്തിൻ്റെ അമ്മ. ഇത് ലൂക്കോസ് 1:41 അന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ദുരാത്മാവല്ല, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എലിസബത്ത് പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവ് പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ്. പക്ഷെ പറഞ്ഞത് എലിസബത്താണ്. ഇവിടെ പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്ന് എഴുതി വെച്ചിട്ടില്ലല്ലോ, പറഞ്ഞോ? അങ്ങനെ വേദോസ്തത്തിലില്ലല്ലോ. അപ്പോൾ അത് കഴിയും. ഇനി 9, ഗബ്രിയേൽ മാലാഖ വഴി വചനം ഗർഭപാത്രത്തിൽ പ്രവേശിച്ചു എന്ന് ആരും പഠിപ്പിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു എന്നാണ് വചനവും ക്രിസ്ത്യാനികളും പഠിപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെയാ ഗബ്രിയേൽ മാലാഖ വഴിയാണ് വചനം പ്രവേശിക്കുന്നത്? അല്ലെങ്കിൽ വേറൊരു വാക്യം പറ. വചനം ജഡമായി തീർന്നു എന്ന് പറയണം. അപ്പോൾ വചനം വസിക്കാതെ എങ്ങനെ ജഡമാകണമേ സണ്ണി? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഗബ്രിയേൽ മാലാഖ ഞാൻ ദൈവസന്നിധിയിലിരിക്കുന്ന ഗബ്രിയേലാണെന്ന് അവിടെ പറഞ്ഞെങ്കിൽ വേറെ വായതുണ്ട്. കാരണം പിതാവാണ് ഗബ്രിയേൽ മാലാഖ അയച്ചു മറിയാമിൻ്റെ അടുക്കിലേക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാൻ. അപ്പോൾ പിതാവിൻ്റെ വചനമാണ് ഗബ്രിയേൽ മാലാഖ വഴി മറിയാമിൻ്റെ കാതിൽ കൂടി പ്രവേശിച്ച് അവളുടെ ഉദരത്തിൽ ചെന്ന് അവളുടെ മാംസവും അവളുടെ രക്തവും എടുത്താണ് താൻ മനുഷ്യനായത്. ആ നിമിഷത്തിൽ തന്നെ ദൈവത്വം ഇറങ്ങിയല്ലോ. ദൈവത്വം ഗബ്രിയേൽ മാലാഖ വഴി ഇറങ്ങി. ആ നിമിഷത്തിൽ തന്നെ ദൈവത്വവും മനുഷ്യത്വവും സംയോജിപ്പിക്കപ്പെട്ടു. അത് പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ കൂടിയാണ് മനസ്സിലാക്കുന്നത്. അവൾ ഗർഭം ധരിക്കുന്നതും ദൈവത്വവും മനുഷ്യത്വവും സംയോജിപ്പിക്കപ്പെടുന്നതും പരിശുദ്ധ റൂഹ വഴിയാണ്. അത് പരിശുദ്ധാത്മാവിൽ നിന്നും കന്യാകുമാരിയിൽ നിന്നും ജഡം ധരിച്ചു എന്ന് വിശ്വാസ പ്രമാണത്തിൽ പറയും. നമുക്ക് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് വേദപുസ്തകമൊന്നും ഇല്ല. 125 വേദപുസ്തകം ക്രമീകൃതമായി ക്രമപ്പെടുത്തിയിട്ടില്ല. ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ലേഖനങ്ങൾ എഴുതുന്നതിന് മുമ്പ് സഭയുണ്ട്, അത് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ
ഗബ്രിയേൽ മാലാഖ വഴി തന്നെയാണ് വചനം ഗർഭപാത്രത്തിൽ പ്രവേശിച്ചത്. നേരത്തെ വചനം പ്രവേശിച്ചു എന്ന് സണ്ണി സമ്മതിക്കേണ്ടത് ഗബ്രിയേൽ മാലാഖ വഴി, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണെന്ന് സണ്ണി എന്ന് പറഞ്ഞു തന്നാൽ ഞാൻ അതിനെപ്പറ്റി എനിക്ക് മനസ്സിലാക്കാം. എനിക്ക് എതിർപ്പുണ്ടെങ്കിൽ ഞാനത് പറയുകയും ചെയ്യും. ഇനി 10, യേശുവിനെ ദൈവമെന്ന് വിശ്വസിക്കുന്നവർ മാതാവിനെ ദൈവമാതാവെന്ന് വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമില്ല. യേശു ദൈവമാണെങ്കിൽ ആ യേശുവിനെ പ്രസവിച്ചോളൂ ദൈവമാതാവല്ലേ? നോർമൽ ശരിയാണെങ്കിൽ പണ്ട് ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സമ്മതിച്ചിട്ടുണ്ട്, പ്രസവിച്ച് വീണത് ദൈവമാണെങ്കിൽ പ്രസവിച്ചത് കന്യക തന്നെ, ഒരു സംശയമില്ലാന്ന് പറയുന്നുണ്ട്. പിന്നെ 11, സംയോജിപ്പിക്കപ്പെട്ടു എന്ന് വചനം പഠിപ്പിക്കുന്നില്ല. കല്ലുകളിൽ നിന്നും അബ്രഹാമിന് സന്തതികളെ ഉൽപ്പാദിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിനും മാംസമാക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. അതൊക്കെ ശരിയാണ്. സംയോജിപ്പിക്കപ്പെട്ടു എന്ന് വചനം പഠിപ്പിക്കുന്നില്ല. അത് കൊലോസ്യർ 2:9 ഒക്കെ വായിച്ചു നോക്ക്. അവനല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണതയും ഏകരവുമായി വസിക്കുന്നു. സംയോജിക്കപ്പെടാണ്ട് എങ്ങനെയാണ് വരണേ? തിരിഞ്ഞല്ല നിൽക്കുന്നത്. അതിന് ഉദാഹരണങ്ങൾ 2-3 പറഞ്ഞു. ഒന്ന് മത്തായി 12:1 മുതൽ വായിക്കുമ്പോൾ അവന് രൂപാന്തരീകരണം വന്ന സംഭവം ഞാൻ പറഞ്ഞു, അത് ശ്രദ്ധിക്കാം. പിന്നെ പരിശുദ്ധ റൂഹായാണ് അത് സംയോജിപ്പിച്ചത്. കാരണം പരിശുദ്ധ റൂഹായെന്നും ദൈവമാതാവെന്നും അവൻ ശരീരമെടുത്തു എന്ന് പറയും. ആ പരിശുദ്ധ റൂഹായുടെ പ്രവർത്തനങ്ങളാണ് അതവിടെ. വെറുതെ ഗർഭം ധരിക്കുക മാത്രമല്ല, ആ ഗർഭം ധരിക്കുന്നത് ദൈവത്വം മനുഷ്യത്വം സംയോജിപ്പിച്ചു പരിശുദ്ധാത്മാവ്. അതിനും കൂടി കൂട്ടിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം അവിടെ ഉണ്ടാകുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. സമയം ഒത്തിരിയായി, ഞാൻ നിർത്തുകയാണ്. പിന്നെ 12, ദൈവത്തിന് വേദന ഉണ്ടാകുക സ്വാഭാവികമാണ്. പിതാവ് വേദനിച്ച നിമിഷങ്ങളുണ്ടല്ലോ. അപ്പോൾ പിന്നെ മനുഷ്യനായി മാറിയ പുത്രന് വേദനിക്കാതിരിക്കുമെന്ന്. മനുഷ്യപുത്രനായി മാറിയതല്ല, അതെൻ്റെ ഇടയ്ക്ക് ഒരു കൊടുക്ക വാക്കുവാട്ടോ. മനുഷ്യപുത്രനായി മാറിയതല്ല, ദൈവം തന്നെ മനുഷ്യനായതാണ്. ദൈവവും മനുഷ്യരുമാണ് അവിടെ. വെറുതെ മനുഷ്യർ മാത്രമല്ല, അങ്ങനെ ദുർവായിക്കാനൊന്നും പറ്റില്ല. മാറിയ പുത്രൻ എന്ന് പറയണ്ട, മനുഷ്യനായ ദൈവവും മനുഷ്യനുമായ വചനം ജഡമായി തീർന്നു എന്ന് വെച്ചാൽ ദൈവത്വം മാറി നിന്നിട്ടില്ല. അതിനാണ് 2:9 മുതലായ കാര്യങ്ങൾ വായിക്കുക, അപ്പം കിട്ടും. ഇനി പിപ്പിലാടൻ എന്ന് പറഞ്ഞൊരു അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, നിർബന്ധമില്ല. അത് അതിനെപ്പറ്റി വിശദീകരിച്ചു. സ്നേഹ ജോഷി എന്ന് പറയുന്നത് ഞാനിവിടെ വായിക്കുക. സ്നേഹ ജോഷി ഇങ്ങനെ പറയുന്നത്, there are so many verses in the Bible to oppose and defend. അത് അതിന് എതിരായിട്ടും അതിനെ എതിർക്കാനും വേഴ്സസ് ഉണ്ട് ബൈബിളിൽ, സമ്മതിക്കണം. ആക്ച്വലി ത്രൂ ദി ബർത്ത് ഓഫ് ജീസസ്, ഗോഡ് ദ ഫാദർ fulfilled the prophecies made. ചുരുക്കത്തിലേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, ബൈബിളിൽ ഒപ്പോസ് ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാനും വാചകങ്ങളുണ്ട്, വേഴ്സസ് ഉണ്ട്. അപ്പോൾ യേശുവിൻ്റെ ജനനം മൂലം ആ പ്രവചനങ്ങൾ ദൈവം പൂർത്തിയാക്കി എന്നല്ലാതെ, അത് 600 കൊല്ലങ്ങൾക്ക് മുമ്പ്, യേശുവിൻ്റെ ജനനത്തിന് 600 കൊല്ലങ്ങൾക്ക് മുമ്പ് അത് പൂർത്തിയാക്കി എന്നല്ലാതെ, ഓഫ് ഹിസ് കമ്മിങ് ഓൺ ദിസ് എർത്ത് this does not mean that Mary is the mother of God. God has no father, not any mother. അതാണ് പ്രധാനമാണ്. ദൈവത്തിൻ്റെ അമ്മയില്ല, അപ്പനുമില്ല. അപ്പോൾ എല്ലാവരും സമ്മതിക്കുന്നവരാണ് ദൈവത്തിൻ്റെ അപ്പനും ഇല്ല, അമ്മയില്ലാന്ന്. ഞാനും പറഞ്ഞിട്ടില്ല ദൈവത്തിൻ്റെ അപ്പനും അമ്മയില്ല. അനാദിയിൽ ദൈവം സ്വയംഭൂവായിട്ടാണ് ജനിച്ചത്. പക്ഷെ ദൈവപുത്രൻ്റെ പിതാവുണ്ട് അനാദിയിൽ. അത് ഈ പിപ്പിയിലാടാൻ മനസ്സിലാക്കിയിട്ടില്ല, അല്ല സ്നേഹ ജോഷി മനസ്സിലാക്കിയിട്ടില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ഒരുപാട് വാക്യങ്ങൾ വേദവസ്ഥയിലുണ്ട്, അതൊന്നും പറയില്ല, അതിന് തർക്കമില്ലെന്നും. അപ്പോൾ ദൈവത്തിന്
അമ്മയില്ല അപ്പനില്ലെങ്കിലും ആനാദിയിലെ പിതാവുണ്ട്, അപ്പനുണ്ട്. ആദിയിൽ മാതാവില്ലാതെ പിതാവിന് ജനിച്ചവൻ്റെ കാര്യങ്ങൾ പിന്നെ പറയാം, നേരത്തെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ജനിച്ചു എന്നൊക്കെ. അമ്മയുണ്ടായത് മനുഷ്യാവതാരത്തിലാണ്, അത് സ്നേഹം മനസ്സിലാക്കണം. വീഡിയോ ശരിക്കും കേൾക്കാതെ എന്തോ ഒരു പ്രീവിയസ് നോളജ് നിങ്ങളുടെ തലയിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുക, ഈ പാസ്റ്റർമാർ പറഞ്ഞെന്നൊക്കെ അതങ്ങോട്ട് പുറത്തേക്ക് വിടാറ്. അതുകൊണ്ടൊരു കാര്യമില്ല, സമഗ്രമായിട്ട് വേദോത്സവം പിടിക്കണം. പിന്നെ സാമൂഹ്യ വർഗീസ് ഇങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ട് എനിക്കത് മനസ്സിലാവില്ല. ദൈവം ഇല്ലായ്മയാണ് അതിൻ്റെ കാരണം, ദൈവം ഇല്ലായ്മയാണ് ഇതിൻ്റെ കാരണം. ഇക്കൂട്ടർക്ക് എന്തെന്ന് മനസ്സിലാവണം, എനിക്കൊന്നും മനസ്സിലാവില്ല. ദൈവം ഇല്ലായ്മയാണ് ഇതിൻ്റെ, അത് ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റ് പറ്റിയതാണെന്നൊന്നും എനിക്കറിയില്ല. അതൊന്ന് വ്യക്തമാക്കി തന്നാൽ ഞാൻ അതിന് മറുപടി പറയാം. ചിലർ പറയും യേശുവിൻ്റെ അമ്മ എന്ന് പറയാം, ദൈവത്തിൻ്റെ അമ്മ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ യേശു ദൈവമല്ലേ? യേശു മനുഷ്യപുത്രനായിട്ട് അവർ കാണണം, ദൈവപുത്രനായിട്ട് കാണണല്ലേ? അവന് യേശു എന്ന് പേരിടണമെന്ന് മാലാഹ പറഞ്ഞത് എങ്ങനെയുള്ള യേശുവിന്? ദൈവത്വവും മനുഷ്യത്വവും സംയോജിപ്പിക്കപ്പെട്ട യേശുവിനെയാണ്, ആ കുട്ടിയാണ് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞത്. അല്ലാണ്ട് മറിയാവിൻ്റെ മനുഷ്യത്വം മാത്രം എടുത്ത കുട്ടിയല്ല. മനുഷ്യത്വം മാത്രം എടുത്ത ഒരു കുട്ടി ഉണ്ടായിട്ട് കാര്യമില്ല, അവന് രക്ഷ നൽകാൻ സാധ്യമല്ല. അത് മനസ്സിലാക്കണം. സാമൂലമ്മ വർഗീസ് പറഞ്ഞിട്ട് ഒരു വേദശാസ്ത്ര പണ്ഡിതരുണ്ട് നമ്മുടെ പെന്തക്കോസ്ത് സഭയിൽ. അദ്ദേഹം പറയുന്നത് യേശുവിൻ്റെ അമ്മ എന്ന് വേണമെങ്കിൽ പറയാം, ദൈവത്തിൻ്റെ അമ്മ എന്ന് പറയാൻ പറ്റില്ല. യേശു എന്ന് പേരിടെന്ന് പറയുന്ന കുട്ടി ദൈവത്വവും മനുഷ്യത്വം യോജിച്ച കുട്ടിയാണ്, അത് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. പലരും അങ്ങനെ പറയും, യേശുവിൻ്റെ അമ്മ എന്ന് പറയാം. യേശു എന്ന വാക്കിൽ തന്നെ യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞത് ദൈവത്വവും മനുഷ്യത്വവും സംയോജിപ്പിക്കപ്പെട്ട ആ കുട്ടിയെയാണ്. അവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, നിന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. പിന്നെ മാമോദീസ എന്ന് പറയുന്നില്ല, ഇവരുടെ പ്രിയപുത്രൻ. ആ യോജിപ്പിക്കപ്പെട്ടതിനാണ്. അതെന്താ നിങ്ങൾ സംശയിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരെണ്ണം കൂടെ. അപ്പം മറിയം ദൈവമാതാവെന്ന് പറഞ്ഞാൽ പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പുത്രൻ്റെയും അമ്മ എന്നുള്ള അർത്ഥത്തിലല്ല അനാദിയിലെ. അവൻ മനുഷ്യാവതാരം എടുത്തപ്പോൾ, പുത്രൻ തമ്പുരാൻ മനുഷ്യാവതാരം എടുത്തപ്പോൾ മറിയാമിൽ നിന്നാണ് എടുത്തത്. അതുകൊണ്ട് അവള് ദൈവത്തിൻ്റെ അമ്മയാണെന്ന് പറയും. പിന്നെ BJK റിലയബിൾ എന്ന് പറഞ്ഞൊരു വാക്യം പറയുന്നത്, ദൈവത്തിന് മാതാവുണ്ടെങ്കിൽ ദൈവത്തിന് ആരംഭം ഉണ്ടാകും എന്ന് വരുന്നു. അങ്ങനെയെങ്കിൽ ദൈവം അനാദിയായും ശാശ്വതമായും ഉള്ളവനല്ല, സമ്പൂർണ്ണമായുള്ളവനല്ല എന്ന് പറയുന്നു. ദൈവത്തിന് മാതാവുണ്ടെന്ന് ആദ്യം പോലെ മാതാവുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനെപ്പറ്റി വിശദീകരിക്കണ്ട. ദൈവമാതാവ് എന്ന പ്രയോഗം ശരിയാണെങ്കിൽ വിശുദ്ധമായ മറിയാമും അനാദിയായും ശാശ്വതമായും ഉള്ള ദൈവമാണെന്ന് വരുന്നു. അതിനാൽ ദൈവമാതാവെന്ന പ്രയോഗം തെറ്റാണ്. മാതാവ് ദൈവമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. മനുഷ്യാവതാരത്തിൽ നിങ്ങൾ വീഡിയോ കേൾക്കണമെന്നേ, വീഡിയോ കേൾക്കാണ്ട് നിങ്ങളുടെ തലയിൽ എന്തൊക്കെ ഇരിപ്പുണ്ടോ അതുകൊണ്ട് പറയാണ്. അതുകൊണ്ട് കാര്യമില്ല, വീഡിയോ കേൾക്കണം. ഞാനെന്താ പറഞ്ഞെന്ന് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ പറ്റി ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്, അതിനു മുമ്പുള്ള കാര്യങ്ങളല്ല പറയുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം കൊണ്ട്. പല വിദ്യാഭ്യാസ വിദഗ്ധന്മാരുണ്ട്, ദൈവ പണ്ഡിതന്മാരുണ്ട് പെന്തക്കോസ്ത് സഭയിൽ. അവരാരും ഇത് കാണുക കേൾക്കുകയോ ചെയ്യാത്ത വീട്ടിൽ വിടാതെക്കുക. പലരും കണ്ടിട്ടുണ്ടാവും, ഇല്ലാതെ ഞാൻ പറയില്ല. പക്ഷെ അവരൊന്നും പറയാമല്ലോ, അവർക്ക് ഇതിന് മറുപടി വരാൻ അവർക്ക് സാധ്യമല്ല. അപ്പം ഈ പറഞ്ഞതിനേക്കാൾ അറിവുള്ളവർ വേറെയുണ്ട്. അവരത് കാണാതെ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരാളെങ്കിലും കണ്ടോ, അവർക്ക് മറുപടി പറയാനൊന്നുമില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും പറഞ്ഞാൽ മതി, ഞാനതിന് വീഡിയോയിൽ കൂടി തന്നെ മറുപടി തരാം. വീഡിയോയിൽ കൂടി പറഞ്ഞാലല്ലേ എല്ലാവർക്കും അത് കേൾക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ഇപ്പോൾ കമൻസും അതിൻ്റെ റിപ്ലൈ ഒന്നും നോക്കിയെന്ന് വരില്ല. അപ്പോൾ മറിയാം ദൈവമാതാവ് തന്നെയാണ്, ഒരു സംശയമില്ല. അത് കാര്യത്തിൽ സംശയിക്കണ്ട, ഉറപ്പിച്ചു തന്നെ കേൾക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.